ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു ഡൈനോസർ തീം കേക്ക് കണ്ടാലോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടി കസ്റ്റമറാണ് കേട്ടോ ഈ ഒരു കേക്കിന്റെ ഓർഡർ വന്നിട്ടുള്ളത്. ഞാൻ കേക്ക് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളെങ്കിലും ഈ ഒരാൾക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 8 വർഷമായി കേട്ടോ. ഇപ്പൊ പഞ്ചാബി ഹൗസിൽ നമ്മൾ രാവിലെ പറയുന്നത് പോലെ കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാകുന്നില്ലെന്നല്ലേ നിങ്ങളിപ്പോ ആലോചിക്കുന്നത്. സംഗതി വേറെ ഒന്നുമല്ല, കസ്റ്റമർ എന്റെ മോൻ തന്നെയാണ്. അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുവരെ പുറത്തുനിന്ന് കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമൊക്കെ അറിയുന്നത് പോലെ തട്ടിമുട്ടി കേക്ക് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ആളങ്ങ് വലുതായപ്പോ മോഡലും കാര്യങ്ങളൊക്കെ അവനങ്ങ് തീരുമാനിക്കാൻ തുടങ്ങി. അവന്റെ 5ാം പിറന്നാളിന് ഞാനൊരു ട്രെയിൻ കേക്ക് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ മോനാണ് എനിക്ക് ഇതുപോലത്തെ ട്രെയിൻ കേക്ക് വേണമെന്ന് പറഞ്ഞത്. കേക്കൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇതുപോലുള്ള കേക്ക് വീഡിയോ കാണലാണ് എൻ്റെ മെയിൻ ഹോബി. അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു കേക്ക് അവന്റെ കണ്ണിൽ പെട്ടത്. അപ്പൊ അന്ന് കണ്ടത് തൊട്ട് പറയാൻ തുടങ്ങിയതാണ് എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെയുള്ള ഡൈനോസർ തീം കേക്ക് വേണമെന്ന്. അപ്പൊ ആദ്യം ഞാൻ കളറൊന്ന് മാറ്റി പിടിച്ചിട്ട് ഡ്രസ്സിന്റെ കളറിൽ കേക്ക് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പൊ സംഗതി പാളിയതുകൊണ്ട് അതേ ക്രീമിലേക്ക് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ക്രീമാണ് എല്ലാ സൈഡിലുമായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ വെള്ളം ഒഴുകി വരുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷില് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അവിടെ ആയിട്ട് വൈറ്റ് ക്രീം കൊടുക്കുന്നുണ്ട്. അതൊരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് മീഷോന്ന് ഒരു ഡൈനോസറിന്റെ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ദിവസമായിട്ടും അത് ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പണ്ടങ്ങാണ്ട് വാങ്ങിയ ഒരു ജീരകമുട്ടായി ഡൈനോസർ ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചു കൊടുത്തു. പിന്നെ അതും പോരാന്ന് തോന്നിയപ്പോ ഫോണ്ടനയിൽ കുറച്ച് ഡൈനോസർ കൂടി ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുത്തു. അങ്ങനെ സംഗതി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആളും നല്ല ഹാപ്പിയാണ്. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫുൾ വീഡിയോ ഞാൻ അടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എന്തായാലും കാണണം. പിന്നെ നമ്മൾ ഇതുപോലുള്ള കാൻഡിൽസ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് കേക്ക് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ ആ മുകളിലത്തെ ക്രീമും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടായിരുന്നു കേക്ക് കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ കാൻഡില് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടായിരുന്നു ഞാൻ കുത്തി വെച്ചിട്ടുള്ളത്. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. സാധാരണ ഞങ്ങൾ കേക്കിൽ കാൻഡിൽ പോലും കത്തിച്ച് വെക്കാറില്ല. പിന്നെ ഇവന്റെ ഒരു ഇഷ്ടപ്രകാരം അങ്ങനെ കത്തിച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീപ്പൊരി കേക്കിലേക്ക് വീഴുന്നത് കൊണ്ട് മൊത്തം ക്രീം എടുത്ത് മാറ്റിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.